ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂത്രം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എന്താ പറയുക, കൃഷി ചെയ്യാണ്ട് തന്നെ നമ്മൾ വളവിട്ടേ നിന്ന് ഒരു തണ്ണിമത്തനുണ്ടായതാണ് കേട്ടോ. ഇത് കണ്ടോ, നിറയെ പൂവൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പൂവൊക്കെ വന്നിരുന്നു. പക്ഷേ മാമ്പും കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്നൊക്കെ പണ്ടുള്ളവർ പറയുന്ന പോലെ അതിൽ നിന്നല്ല. ഇത് കണ്ടോ, ചട്ടിക്കകത്താട്ടോ ഞാനൊരു കുരുമുളകിൻ്റെ തൈ വെച്ചതാണേ. അതിന് വളം ഇട്ട് കൊടുത്തിരുന്നു. കമ്പോസ്റ്റ്, നമ്മളെ വേസ്റ്റൊക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു കമ്പോസ്റ്റ് കുഴിയുണ്ട്, അതിൽ നിന്നുള്ള വളമാണ് വാരി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നുണ്ടായ വിത്ത് എന്ന് പറയുന്ന സാധനം തണ്ണിമത്തന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഇത് സ്വന്തം ആയതാണ്, തന്നെ വന്നത്. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ തന്നെ ചെയ്തിടാമെന്ന് ഞാൻ ഓർത്തത് കേട്ടോ. കുരുമുളകിൻ്റെ തൈ കണ്ടില്ലേ, അതിന് വേണ്ടിയാണ് ആ ചട്ടി ഞാൻ വാങ്ങിയത് തന്നെ. അത് നട്ടിട്ട് അതിന് വേണ്ടിയിട്ട് ആ വളം എടുത്തിട്ടതാണ് കേട്ടോ. അതേണ്ടോ തണ്ണിമത്തൻ്റെ തൈ. അപ്പോൾ അതിൽ ചെറിയ 2-3 കായ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ പറയുക, അതിൽ കുഞ്ഞി കായ് ഉണ്ടായിരുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് ചെറിയൊരു പൊട്ടൽ വന്നിരുന്നു അതിന്. പക്ഷെ എന്നാലും അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് വീഡിയോയിൽ ഇതാണ്ടോ, കാണുന്നുണ്ടോ എന്തോ ചെറിയതായിട്ട്, അതങ്ങനെ തന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അല്ലാണ്ടൊരു കായും കൂടി ഉണ്ടായിട്ടുണ്ടോ. 2 കായ ഉണ്ടായിരുന്നത്. പൂ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ കായ് 2 ഒന്ന് ഇങ്ങനെ പൊട്ടിപ്പോയിട്ട് ഞാൻ അതങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാട്ടോ. അതിങ്ങനെ വര കാണുന്നുണ്ടാവുമല്ലോ. പൂവാണെങ്കിൽ നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കായും കൂടി ഉണ്ടായിട്ടുണ്ട്, ഒരു കുഞ്ഞിക്കായ്. 2 കായ ഉണ്ടായിരുന്നതിൽ ഒന്ന് പൊട്ടിപ്പോയി, ഒന്ന് ഇത് കേട്ടോ. കവറിട്ടൊക്കെ വെച്ച്. അപ്പോൾ കുറച്ച് ദിവസം കവറിട്ട് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, കവറിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തേ ചൂട് കൊണ്ട് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് കവറിൻ്റെ പുറത്തേക്ക് എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒരു കോള് വന്നു കേട്ടോ. അത് കവറിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെക്കുവാണേ. ചെറിയ കായാണ് കേട്ടോ, അത്രമാത്രം വലിപ്പമൊന്നുമില്ല, എന്നാലും കുഞ്ഞൊരു കായാണ്. എന്നാലും നമ്മൾ പാകാണ്ടും വിത്ത് പാകാണ്ടും ഒക്കെ തന്നെ മുളച്ച് വന്നല്ലേ, അപ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അതങ്ങനെ പുറത്തെടുത്ത് വെച്ച് അപ്പം ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകട്ടെ. അത് കണ്ടോ, ചട്ടീൻ്റെ വലിപ്പം കണ്ടില്ലേ, ഇത്രയും ഒരു ചട്ടിയാട്ടോ. ഈ ചട്ടിക്ക് 140 രൂപയാണ് കേട്ടോ. ഈ ചട്ടീൻ്റെ വില 140 രൂപയാണ്. കുരുമുളകിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഞാനെടുത്ത് പുറത്ത് വെച്ചത് കണ്ടോ, ഇത്രയും വലിപ്പമായിട്ടോ. ഇതാണ്ട അയ്യൊരു വലിപ്പാട്ടോ. ഒരു പുല്ല് വെട്ടി അതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് വെച്ചതാട്ടോ. കാരണം വെന്തു പോകുന്നോ അങ്ങനെ ആവിച്ചത്, നല്ല വെയിലല്ലായിരുന്നോ. ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് ഞാൻ വെയിലത്തെടുത്ത് വെച്ച വീഡിയോ കേട്ടോ. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പം ഞാൻ ചെറുതായി തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചിരുന്നു കേട്ടോ. അതിൻ്റെ സാധനമെല്ലാം മഴയൊന്ന് തൂളിയപ്പോൾ പെരക്കകത്തേട്ട് കൊണ്ടുപോയി വെച്ചിട്ടോ. നെല്ലിക്ക, മൈലാഞ്ചി ഇല, ചെമ്പരത്തിപ്പൂവ്, ചെത്തിപ്പൂ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം ഉണങ്ങണം. ഇതെല്ലാം ഉണങ്ങാൻ വേണ്ടി വാർപ്പിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിരുന്നേ കേട്ടോ. മഴയൊന്ന് തൂളിയപ്പോഴേക്കും പുറത്തേക്ക് താഴേക്ക് എടുത്തുകൊണ്ട് വന്നു ഞാൻ കേട്ടോ. അത് ഇതാണ് കേട്ടോ, വേപ്പിൻ്റെ ഇല. അപ്പം വീഡിയോ ഇഷ്ടമായാൽ, ലോങ് വീഡിയോ എന്ന് ഓർത്തിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോയത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.